വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാതയ്ക്ക് മന്ത്രിസഭയുടെ പച്ചക്കൊടി. ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം ആരംഭിച്ച് അടുത്ത 4 വർഷത്തിനുള്ളിൽ ഭൂഗർഭ റെയിൽപാത നടപ്പിലാകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിന് കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. 1482.92 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയത്. 2028 ഡിസംബറിന് മുന്നേ റെയിൽപാത ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യയാവും ഭൂഗർഭപാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുക. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 150 മീറ്റർ അടുത്തുനിന്ന് തന്നെ ഭൂഗർഭപാത ആരംഭിക്കും. ടേബിൾ ടോപ്പ് രീതിയിലാവും ഭൂഗർഭപാത ബാലരാമപുരത്തേക്ക് എത്തുക. വിഴിഞ്ഞം കരിമ്പള്ളിക്കര ഭാഗത്തുനിന്ന് തുടങ്ങി വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് ഭൂഗർഭപാത കടന്നു പോകുന്നത്. നേമം ബാലരാമപുരം റെയിൽപാതയ്ക്ക് സമാന്തരമായി ഭൂനിരപ്പിൽ നിന്ന് 30 മീറ്റർ താഴ്ചയിലാകും പാത കടന്നു പോവുക. കരിമ്പള്ളിക്കര ഭാഗത്ത് വന്നിറങ്ങുന്ന പാത ആകാശപാതയായാവും തുറമുഖത്തേക്ക് നീളുക. വിഴിഞ്ഞത്തുനിന്ന് തുടങ്ങി മടവുപ്പാറയിലെത്തി നേമത്തേക്കും നെയ്യാറ്റിൻകര ഭാഗത്തേക്കും തിരിയുന്ന രീതിയിലാണ് രൂപരേഖ. പാതയ്ക്കായി ബാലരാമപുരത്ത് 5 ഹെക്ടറോളം സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. പാത കടന്നു പോകുന്ന ഭാഗത്ത് ഭൂനിരപ്പിൽ നിശ്ചിത കിലോമീറ്ററുകൾക്കിടയ്ക്ക് എസ്കേപ്പ് ഡക്റ്റുകൾ പണിയും. അടിയന്തര സാഹചര്യത്തിലെ രക്ഷാദൗത്യം മുൻനിർത്തിയാണിത്. DPR പ്രകാരം 10.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽപാതയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതയുടെ 9.02 കിലോമീറ്റർ ദൂരവും ടണലിലൂടെയാണ് കടന്നു പോകുന്നത്. ബാലരാമപുരം, പള്ളിച്ചൽ, അതിയന്നൂർ വില്ലേജുകളിൽപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലാണ്. വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നത് പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളായ പ്രധാനമന്ത്രി ഗതിശക്തി, സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സാഗർമാല, റെയിൽ സാഗർ തുടങ്ങിയവയിലൂടെ റെയിൽ കണക്ടിവിറ്റി പദ്ധതിക്കാവശ്യമായ ഫണ്ട് ലഭ്യമാക്കാനുള്ള പ്രപ്പോസലുകൾ സമർപ്പിച്ചിട്ടുണ്ട്. റെയിൽ കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതുവരെ കണ്ടെയ്നർ റെയിൽ ടെർമിനൽ മുഖേന റെയിൽ ചരക്ക് നീക്കം ഇതുവഴി സാധ്യമാക്കും. ടെർമിനലിൻ്റെ നിർമ്മാണം റെയിൽവേ ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ള പ്രാരംഭ ചർച്ചകളും പുരോഗമിക്കുകയാണ്. റെയിൽപാതയുടെ DPRന് അംഗീകാരമായതോടെ ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും കടക്കും. ഈ ഭൂഗർഭ റെയിൽപാതയും വിഴിഞ്ഞം തുറമുഖ വികസനത്തിൻ്റെ മുന്നേറ്റവും സംയുക്തമായി കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയൊരു മാറ്റം വരുത്തും. ഒരു വലിയ വ്യവസായ ഹബ്ബായി കേരളം മാറും. കേരളത്തിൻ്റെ ഭാവി തന്നെ ഇത് മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്.